നമസ്കാരം. മലയാളി വാർത്ത ഇൻസൈഡിലേക്ക് സ്വാഗതം. ഒരു വശത്ത് ട്രംപിൻ്റെ സമാധാന ചർച്ചകൾ, മറുവശത്ത് യുദ്ധം കനപ്പിക്കുന്ന തന്ത്രം. പലപ്പോഴും പശ്ചിമേഷ്യൻ സംഘർഷവേളയിൽ ട്രംപ് പുറത്തെടുത്ത തന്ത്രം. ഇക്കഴിഞ്ഞ ദിവസങ്ങളിൽ ഹോർമുസിൻ്റെ നിയന്ത്രണം സംബന്ധിച്ച തർക്കങ്ങളായിരുന്നു ഏറ്റവും രൂക്ഷമായത്. ഒരു വശത്ത് ഇറാനും ഒമാനും തമ്മിലുള്ള ചർച്ചകൾ. ഇതിനിടയിൽ ഇറാൻ ഒമാൻ കരാർ യാഥാർത്ഥ്യമാകുന്നു എന്ന തലത്തിലെത്തി. എന്നാൽ ഹോർമുസിലൂടെ ഇസ്രയേൽ കപ്പലുകൾ കയറ്റില്ല എന്ന ഇറാൻ്റെ കടുംപിടുത്തം. മറുവശത്ത് അമേരിക്കയ്ക്ക് ഹോർമുസ് കടലിടുക്കിൽ യാതൊരുവിധ നിയന്ത്രണങ്ങളും ഉണ്ടാവില്ല എന്ന് ഇറാൻ ശാഠ്യം പിടിച്ചു. ആദ്യഘട്ടത്തിൽ കരാറിൻ്റെ കരട് രൂപരേഖ ഏകദേശ ധാരണയായി എങ്കിലും പിന്നീടെല്ലാം തകിടം മറിഞ്ഞു. ഇതിനിടയിൽ അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ഇറാന് വീണ്ടും അന്ത്യശാസനം നൽകി. എന്നാൽ അമേരിക്കയെ തങ്ങൾ ഭയക്കുന്നില്ല എന്ന നിലപാടാണ് ഇറാൻ തുടർച്ചയായി സ്വീകരിച്ചത്. ട്രംപിനെ പ്രകോപിപ്പിക്കുന്ന തലത്തിൽ ഒറ്റപ്പെട്ട ചില ആക്രമണങ്ങൾക്കും ഹോർമുസ് കടലിടുക്കിൽ ഇറാൻ ശ്രമിച്ചു. യുദ്ധം സമവായത്തിലെത്തും എന്ന് കരുതിയ ലോകത്തിന് തെറ്റി. ഇപ്പോഴിതാ വീണ്ടും യുദ്ധപ്രഖ്യാപനവുമായി അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ്. ഹോർമുസ് കടലിടുക്കിനെ അമേരിക്കയുടെ ടെറിട്ടറിയായി US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് പ്രഖ്യാപിക്കും. നിലവിൽ US സൈന്യം ഹോർമുസിൻ്റെ നിയന്ത്രണം പിടിച്ചെടുത്തു എന്ന് പ്രഖ്യാപിച്ചതിന് തൊട്ടുപിന്നാലെയാണ് ട്രംപിൻ്റെ ഈ പ്രഖ്യാപനം. ആത്യന്തിക യുദ്ധത്തിന് അമേരിക്ക തയ്യാറെടുത്തുവെന്നും ഈ യുദ്ധത്തിൽ ഇറാൻ തോൽക്കുമെന്നും അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് പറയുന്നു. ഇനി ഹോർമുസ് കടലിടുക്ക് അമേരിക്കയുടെ ടെറിട്ടറിയായി മാറും. US റിപ്പബ്ലിക്കൻ സ്ഥാനാർത്ഥികളെ അഭിസംബോധന ചെയ്യുമ്പോഴായിരുന്നു അമേരിക്കൻ പ്രസിഡന്റിൻ്റെ ഈ പ്രസ്താവന. ഹോർമുസിൻ്റെ പേര് അമേരിക്കൻ കടലിടുക്ക് എന്നാക്കി മാറ്റുമെന്നാണ് ട്രംപ് പറയുന്നത്. ഇറാനെ ഒരിക്കലും ആണവശക്തിയാകാൻ താൻ അനുവദിക്കില്ല. കട്ടയ്ക്ക് പ്രതികരിച്ച് ഇറാനും രംഗത്തെത്തി. ട്രംപിൻ്റേത് വെറും അതിമോഹമാണ് എന്ന് ഇറാൻ പറയുന്നു. ഹോർമുസ് കടലിടുക്ക് അന്നും ഇന്നും ഇറാന്റെ ഭാഗമാണ്. ഇറാന്റെ അനുമതിയില്ലാതെ ഒരു കപ്പലും ആ കടലിടുക്ക് കടന്നു പോകില്ല എന്നതാണ് ഇറാന്റെ നിലപാട്. യുദ്ധത്തിൽ തോറ്റത് അമേരിക്കയാണെന്നും ഇറാൻ പരിഹസിക്കുന്നു. ഇറാൻ ഡെപ്യൂട്ടി വിദേശകാര്യമന്ത്രി കാസിം ഖാരിബാബദിയാണ് ഇത്തരമൊരു പ്രസ്താവന നടത്തിയത്. മറുവശത്ത് മറ്റു ചില നിർണായക നീക്കങ്ങൾ ഇറാൻ ഭരണാധികാരികളുടെ ഭാഗത്തു നിന്ന് നമ്മൾ കാണുന്നു. ഹോർമുസ് കടലിടുക്ക് തുറക്കണോ അടയ്ക്കണോ എന്ന് ഇറാൻ തീരുമാനിക്കുമെന്നാണ് ഡെപ്യൂട്ടി വിദേശകാര്യമന്ത്രിയുടെ പ്രസ്താവന. മറ്റു ചില നയതന്ത്ര നീക്കങ്ങൾ മറുവശത്ത് ഇറാൻ തുടരുന്നു. ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുമായി പെസഷ്കിയാൻ സംഭാഷണം നടത്തി. നരേന്ദ്രമോദിയെ നേരിൽ കാണാൻ ഇറാൻ പ്രസിഡന്റ് പെസഷ്കിയാൻ ഇന്ത്യയിലെത്തുമെന്നാണ് റിപ്പോർട്ടുകൾ. ബ്രസീലും ഇന്ത്യയും ചൈനയും റഷ്യയും ദക്ഷിണാഫ്രിക്കയും ഉൾപ്പെടുന്ന ബ്രിക്സ് കൂട്ടായ്മയിലും ഇപ്പോൾ ചില അപസ്വരങ്ങൾ. ബ്രിക്സ് ഒരു അമേരിക്ക വിരുദ്ധ ഡോളർ വിരുദ്ധ ചേരിയെന്നാണ് ട്രംപ് നേരത്തെ അഭിപ്രായപ്പെട്ടിരുന്നത്. ബ്രിക്സിൽ നിലവിൽ ഇറാനും UAEയും ഈജിപ്തും അംഗങ്ങളാണ്. ബ്രിക്സ് രൂപീകരിച്ച ന്യൂ ഡെവലപ്മെന്റ് ബാങ്കിൽ അംഗമാകാനുള്ള നീക്കമാണ് ഇപ്പോൾ ഇറാൻ നടത്തുന്നത്. അമേരിക്കയുടെ കടുത്ത ഉപരോധത്താൽ പൊറുതിമുട്ടി ആകെ വശം കെട്ട് നിൽക്കുന്ന ഇറാനെ സംബന്ധിച്ച് എവിടെ നിന്നെങ്കിലും ഇത്തിരി പണം വേണം. ബ്രിക്സ് ബാങ്കിൽ അംഗമാകുന്നതോടെ സാമ്പത്തിക മേഖലയിൽ അല്പം പരിരക്ഷ കിട്ടുമെന്നതാണ് ഇറാന്റെ കണക്കുകൂട്ടൽ. സെപ്റ്റംബർ 12, 13 തീയതികളിൽ ഇന്ത്യയിൽ വെച്ചാണ് ഇനി ബ്രിക്സ് ഉച്ചകോടി. ഈ ഉച്ചകോടിയിൽ പങ്കെടുക്കാൻ ഇറാൻ പ്രസിഡന്റ് മസൂദ് പെസഷ്കിയാൻ ഇന്ത്യയിലെത്തും. ഇറാൻ പ്രസിഡന്റ് ആയതിനു ശേഷമുള്ള പെസഷ്കിയാന്റെ ആദ്യ ഇന്ത്യൻ യാത്ര. അമേരിക്കൻ ഇറാൻ യുദ്ധത്തിലേക്ക് ബ്രിക്സ് അംഗരാജ്യങ്ങൾ കൂടി വലിച്ചിഴക്കപ്പെടുമോ എന്ന സന്ദേഹം പൊതുവെ പാശ്ചാത്യ ലോകത്തുണ്ട്. അമേരിക്കയുമായുള്ള വെടിനിർത്തൽ ചർച്ചകൾ സംബന്ധിച്ച പുരോഗതിയും ഇന്ത്യയിലെ ബ്രിക്സ് ഉച്ചകോടിയിൽ ചർച്ചയാകുമെന്നാണ് ഇപ്പോൾ പുറത്തുവരുന്ന സൂചനകൾ. രണ്ട് തലത്തിലാണ് ട്രംപ് ഈ ഉച്ചകോടിയെ കാണുന്നത്. അമേരിക്കൻ വിരുദ്ധ ഉച്ചകോടി എന്നൊരു പക്ഷേ ട്രംപ് ഇതിനെ വിശേഷിപ്പിച്ചേക്കാം. മറുവശത്ത് ഈ ഉച്ചകോടിയിലെത്തുന്ന രാജ്യങ്ങളെ സ്വാധീനിക്കാൻ ഇന്ത്യയുടെ സഹായം അമേരിക്ക തേടും. 2024 റഷ്യയിലായിരുന്നു ബ്രിക്സ് ഉച്ചകോടി നടന്നത്. അന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും പെസഷ്കിയാനും കൂടിക്കാഴ്ച നടത്തിയിരുന്നു. ഇക്കഴിഞ്ഞ ജൂണിൽ മോദി ഫോണിൽ വിളിച്ച് പെസഷ്കിയാനെ ഇന്ത്യയിലേക്ക് ക്ഷണിച്ചിരുന്നു. ഇതിനെ തുടർന്നാണ് ഉച്ചകോടിയിൽ പങ്കെടുക്കാൻ മസൂദ് പെസഷ്കിയാൻ ഇന്ത്യയിലേക്ക് പുറപ്പെടും എന്ന റിപ്പോർട്ടുകൾ പുറത്തു വന്നത്. അമേരിക്കൻ ഉപരോധം മറികടക്കാൻ ചൈന തന്ത്രങ്ങൾ പയറ്റുന്നു എന്ന് അമേരിക്ക തുടരെ പരാതിപ്പെടുന്നു. ഇന്ത്യ വഴി ചൈനീസ് ഉൽപ്പന്നങ്ങൾ വളഞ്ഞ മാർഗത്തിലൂടെ അമേരിക്കയിലെത്തുന്നു എന്ന പരാതിയാണ് അമേരിക്കയ്ക്കുള്ളത്. ബ്രിക്സ് ഉച്ചകോടി നടക്കുന്ന ഘട്ടത്തിൽ ഇത്തരം വിഷയങ്ങൾ ഉച്ചത്തിൽ ചർച്ചയാകുമെന്നാണ് പൊതുവെ കരുതുന്നത്. ഇന്ത്യ അടക്കം 40 രാജ്യങ്ങൾ വഴി പരോക്ഷ കയറ്റുമതി നടത്തി ചൈന വൻതോതിൽ നികുതി വെട്ടിപ്പ് നടത്തി എന്നാണ് അമേരിക്കയുടെ കണ്ടെത്തൽ. ഹോർമുസ് കടലിടുക്ക് US ടെറിട്ടറി ആക്കുമെന്ന അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ പ്രഖ്യാപനം കൂടുതൽ കടുത്ത യുദ്ധതലത്തിലേക്ക് അമേരിക്ക കടക്കുമെന്ന സൂചനയായി പാശ്ചാത്യ മാധ്യമങ്ങൾ കരുതുന്നു.
ന്യൂയോർക്കിലെ ഗാർഡൻ സിറ്റിയിൽ നടന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പൊതുപരിപാടിയിലാണ് ട്രംപിന്റെ ഇത്തരമൊരു പ്രസ്താവന. ഇറാനും മറ്റ് ലോകരാജ്യങ്ങൾക്കുമെതിരെയുള്ള അമേരിക്കയുടെ നികുതി ഉപരോധം ഉരുക്കുപതിലെന്നാണ് ട്രംപ് വിശേഷിപ്പിക്കുന്നത്. ഇറാനെതിരെയുള്ള അമേരിക്കൻ ഉപരോധത്താൽ അവർ വശം കെട്ടു. അമേരിക്ക ഹോർമുസ് കടലിടുക്കിനെ തങ്ങളുടെ ടെറിട്ടറിയായി പ്രഖ്യാപിക്കുന്നത് വരുന്ന യുദ്ധത്തിൽ ഇറാനെ പൂർണ്ണമായി പരാജയപ്പെടുത്തിയതിന് ശേഷമാകും എന്ന ട്രംപിന്റെ വാക്കുകൾ യുദ്ധം കൂടുതൽ കടുക്കുമെന്ന ആശങ്ക ലോകത്തിൽ പടർത്തുന്നു. ലോക വിപണിയെ സംബന്ധിച്ച് ഹോർമുസ് കടലിടുക്കിന് വലിയ പ്രാധാന്യമുണ്ട്. അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന് മുന്നിൽ 2 പോംവഴികൾ മാത്രമേയുള്ളൂ. ഒന്നുകിൽ ഇറാനുമായുള്ള ഒരു സമ്പൂർണ്ണ സമാധാന കരാർ, ആണവ പദ്ധതികളിൽ ഉൾപ്പെടെ നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തിയുള്ള ഒരു കരാർ മാത്രമേ ട്രംപിന്റെ മുഖം രക്ഷിക്കൂ. അതല്ലെങ്കിൽ ഇറാന്റെ സമ്പൂർണ്ണ നാശത്തിൽ കലാശിക്കുന്ന ഏറ്റവും കൊടൂര യുദ്ധം. അതിൽ അമേരിക്ക എത്രമാത്രം വിജയിക്കുമെന്ന് കാത്തിരുന്ന് കാണാം. ഹോർമുസ് കടലിടുക്ക് അമേരിക്കൻ ടെറിട്ടറിയാക്കും എന്ന ട്രംപിന്റെ പ്രസ്താവന എങ്ങനെ നടപ്പിലാകും എന്ന് ഉറ്റുനോക്കുകയാണ് ലോകം. ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത ഇൻസൈഡ്.